വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോറി, ബാക്ക് അല്ല, എന്നാലും ഞാൻ കുറെ വ്ളോഗ് എടുക്കുമ്പോൾ ഇതെല്ലാം പ്രൈവറ്റ് ഗാലറി എടുത്ത് അങ്ങ് സേവ് ആക്കി വെക്കും. സോ ഫൈനലി ഇപ്പോഴാണ് ഡിസൈഡ് ചെയ്യുന്നത് യൂട്യൂബിൽ അങ്ങ് തുടങ്ങാന്ന്. അപ്പൊ ദീപ, ഇന്നത്തെ വ്ളോഗ് എന്തുവാ? ചോറും കോവയ്ക്കാൻ മെഴുക്കുവരട്ടി. ഇന്നത്തെ വ്ളോഗ് അതല്ല, ഇന്നത്തെ വ്ളോഗാണ് ചോറ് ഇതാണ് കിച്ചൺ വ്ളോഗ്. എന്താണ് കിച്ചൺ വ്ളോഗ്? എക്സാക്ട്ലി. അതായത് അമ്മ ഇപ്പം 2-3 ദിവസം ഞങ്ങൾ വീട്ടിലൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് സുഖമായിരുന്നു. രാവിലെ ഒരു ബ്രെഡ്, ഉച്ചയ്ക്ക് എവിടെയെങ്കിലും സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ പോയി തിന്നിട്ട് വരും. സുഖമായിരുന്നു ഇവിടെ. പക്ഷെ എന്തായാലും ദീപ വെറുതെ നിൽക്കണ്ട, അവിടുത്തെ പുല്ലൊക്കെ പറയാം. നിങ്ങൾ രണ്ടോടെ പാചകം ചെയ്യും. ഇന്ന് ദീപക്ക് റെസ്റ്റ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പാചകം. അതേപോലെ ഇവിടെ അല്ല, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നിവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഗസ്റ്റ് പരിചയപ്പെടുത്താം. റുബി, ഹായ്. ഹായ് റുബി, ഇന്ന് നമ്മള് ഉണ്ടാക്കുമ്പോ നീ ഞങ്ങക്ക് കാവല് നിൽക്കുവോ അത് നീ എടുത്ത് തിന്നുവോ? നോക്കണം, ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാം പകുതി ഈ കുട്ടിയുടെ വായിലായിരിക്കും കൂടുന്നത്. എന്റെ ക്ലൂ ക്ലോസ് പൊടി, ഇതിൽ 80 മധുരങ്ങളുണ്ട് അല്ലേ റുബി? ഉമ്മ കൊടുത്തേരാ, ഉമ്മ. ഓക്കെ, സെറ്റ്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു വെച്ചേക്കുന്നത് ഈസിയിൽ നിന്ന് തുടങ്ങണോ ഹാർഡിൽ നിന്ന് തുടങ്ങണം? അല്ല, എല്ലാം പാടാ. നമ്മളെ കറികളൊക്കെ സിമ്പിളാണ്. നമ്മള് സിമ്പിൾ നോക്കി മാക്സിമം കുറെ സമയം കൊണ്ട് ഉണ്ടാക്കുന്നേ നോക്കി, മെനക്കെടാനൊന്നും പറ്റില്ല. അപ്പൊ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറയാം എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. വഴുതന കറിയല്ല, വറക്കുമല്ലേ നമ്മള്. വഴുതനങ്ങ ഞങ്ങള് വറക്കും, ഓംലെറ്റ് ഞങ്ങള് പൊരിക്കും. സിമ്പിളാണ്. പിന്നെ കറിയായിട്ട് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് പറയാം. എന്തോ അത് പേരൊന്നും അതിന്റെ അറിയത്തില്ല. പിന്നെ ഒരു പുളിരസം, പാലക്കാട് സ്റ്റൈലിലെ പുളിരസം. പാലക്കാടിലുള്ള എനിക്കൊന്നും അറിയില്ല, പുളിരസം. ഞങ്ങള് ഇൻസ്റ്റയിൽ കാണുന്ന റീൽസ് വെച്ചാണ് ഞങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 5 മിനിറ്റുള്ളിൽ ഇതെല്ലാം കൂടെ സെറ്റായി. 5 മിനിറ്റ് എല്ലാം കൂടെ അല്ല, ഒരു കറി 5 മിനിറ്റ് ഒക്കെ എടുക്കത്തുണ്ടായിരിക്കണം. പിന്നെ ഉച്ചക്ക് റെഡി ആവുന്നത് തന്നെ ആയിരിക്കും, അത് നമുക്കിനി കണ്ടറിയാം. ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കണം, ഇനി ട്രാൻസിഷൻ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതായിരിക്കും. ഷെഫ് ലുക്കൊക്കെ വരാൻ വേണ്ടിട്ട് ഇതെടുത്തെങ്കിട്ട് എന്തോ വലിയ സംഭവമാണ്. ആദ്യത്തെ കറി ഉണ്ടാക്കാൻ പോവാ. ഇത് കറിയാ. ഈ കറിക്ക് പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു റീൽസ് കണ്ടു. ഇതിനകത്ത് ആദ്യം നമ്മള് കിഴങ്ങ് ഉടയ്ക്കണം. ഇത് വേവിച്ച കിഴങ്ങ് ഇപ്പൊ ഉടച്ചിട്ട് അടുത്ത പരിപാടികളോട് ചെയ്യുന്നത്. റൂബി ഇതെല്ലാം ഇതൊക്കെ എന്താ ഇത് എന്തുവായി നടക്കുന്നേ? ഇവിടെ ഇടത്തോടു പറയാൻ പറഞ്ഞു. നമ്മൾ എടുത്തേക്കുന്ന 2 ഉരുളക്കിഴങ്ങ് അല്ലയോ, ഒരു വലുതും ഒരു ചെറുതും. അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തൈരും സെറ്റാണ്. തൈര് നമ്മൾ ഈ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിക്കുന്നു. റൂബി നോക്കിയിരിക്കുന്നുണ്ടോ? റൂബിക്ക് തൈര് ഇഷ്ടമാണ്, അതുകൊണ്ട് റൂബിക്ക് കുറച്ച് തൈര്. അമ്മ അവിടെ ഹെൽപ്പിംഗ് നേരമുണ്ട്. അമ്മ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ സൈഡിൽ. ഫസ്റ്റ് ടൈം അല്ലേ തൈര് ഒഴിക്കുന്നു. റൂബിയുടെ ഫേവറേറ്റ്. ഓക്കെ, ഇച്ചിരി നമുക്ക് റൂബിക്കും കൊടുക്കാൻ എടുക്കാം. റൂബിച്ച് തൈര് വേണോ? തൈര് വേണോ റൂബിക്ക്? വേണ്ടെന്ന്. എല്ലാം ഓൺലൈനിൽ അവിടെ വേണേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിന്നോളും. റൂബി നിനക്ക് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട്, നിനക്ക് ഇഷ്ടമാന്ന് എന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞേ. എന്നിട്ട് തട്ടെ എന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുന്നു. അത് നോക്കില്ല, അവള് കുറച്ച് നേരം അവിടെ തിന്നോളും. നീ കട്ട തൈരിനകത്തോട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതേവും, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുംജീരകം, പച്ചമുളക്, ഈ 4ന്റെ പേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് ചതയ്ക്കാം. കമ്മോൺ.
ഇച്ചിരി വേണോ തൈര്? റൂബി തൈര് വേണോ? തൈര് തരത്തില്ല. ഇതിന് നിനക്ക് ശിക്ഷയുണ്ട്. നിന്റെ 3 ദിവസത്തേക്കുള്ള ചിക്കൻ ഞാൻ കഴിക്കും, പൊരിച്ചു കഴിക്കും. അത്രയ്ക്ക് വിഷമമുണ്ട്. പപ്പാടെ കത്തിയോ? പപ്പ വാങ്ങിച്ചോണ്ട് വന്ന കത്തി. ഇത് ഇന്നേ വരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇന്നായി യൂസ് ചെയ്യുന്നത് ഇത്. അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഞങ്ങൾ കാണാത്ത എന്തോ പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് കാണുന്നത്. ഇന്നേ വരെ കാണാത്ത പാത്രങ്ങളൊക്കെ ഇന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചതച്ച് വെച്ച സാധനവും ഈ പച്ചമുളകും എല്ലാം നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ഇടും. റൂബി അമ്മയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അമ്മ കുക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ പോയി നോക്കി നിൽക്കാറുണ്ട് വായുമ്പോന്ന്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വായിലോട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇടയ്ക്ക് വെച്ചാലും ഗസ്റ്റ് വന്നു. ഈ സൂം കളി വേണ്ട. ഇത് എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ അവിടുന്ന് സപ്താഹത്ത് കഞ്ഞി ഉണ്ട്, അത് വാങ്ങിച്ചോണ്ട് വരാം. ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും കുടിക്കാം. അഹങ്കാരി. റൂബി പൊന്നെന്തേ? റൂബി എന്റെ ബാക്കിലേക്ക് റൂബി മൊത്തം ചുറ്റും ഇവിടെ. റൂബി നിനക്കല്ല ഒന്നും ഉണ്ടാക്കുന്നത്, നിനക്ക് അതൊന്നും കുടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കുറച്ച് പൊടികൾ ഇടാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുളക്, പച്ചമുളക് ഉണ്ട് പറയുന്നേ സംഭവം ഇട്ട് നമ്മൾ എണ്ണയുടെ സംഭവം ഇതിനകത്തോട്ട് ഇടും. ഞാൻ കാണിച്ചു തരാം, നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോടൊന്നും ചോദിക്കും. ഓക്കെ, സെറ്റാണോ? ഇതിനകത്ത് നമ്മള് ഉപ്പ് ഇടണം. പിന്നെ ജീരകം ചതച്ചിടണമായിരുന്നു. ജീരകം നമ്മൾ ചതച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ചതച്ചിട്ടുള്ളത്. ഒക്കെ ഇവിടെ റെഡിയാണ്. ഷെഫ് നിൽക്കട്ടെ. മതി, ഉപ്പ് റെഡി. നിങ്ങൾക്ക് മിക്സ് ആക്കണം. ഇനി നമ്മൾ തടുക്ക ഉണ്ടാക്കാൻ പോകും. ഹിന്ദി തടുക്ക എന്നാ പറയുന്നത്. നമ്മള് കടുക് വറുക്കത്തില്ലയോ, ഹിന്ദി തടുക്ക എന്ന് പറയും. അപ്പം ഇതിവിടെ സെറ്റാണ്. ഇനി കാക്കകൾ അടച്ചതിന് സൈഡ് കൊടുക്കും. ഇനി ഇങ്ങോട്ട് തടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഗ്യാസ് ചൂടാവിന്റെ വെള്ളം എണ്ണ വെക്കണം. ഇനി എനിക്ക് പേടി ഇതിനകത്ത് ഇതൊക്കെ ഇടാൻ. ചൂടാവട്ടെ എണ്ണ. എണ്ണ ചൂടാവാ. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നേ. കൊറക്ക്, തീ കൊറക്ക്. ഇങ്ങനെ ആ ഇത് തുറക്കട്ടെ. ഇതെന്തോ ചെയ്യാൻ നിങ്ങൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വരണമല്ലോ എല്ലാത്തിനും. അമ്മയുടെ കൈ കൊട്ടു, അമ്മയുടെ
സ്റ്റാർട്ടിങ് എന്തുവാ മാഡം കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ എങ്ങനെയായിരുന്നു? ഇവിടെ വന്ന ശേഷമാണ് അപ്പൊ കറി വെക്കാനൊക്കെ പഠിച്ചത് അല്ലയോ അമ്മ? ഞാനത് പറയും ഇപ്പഴും പഠിക്കണമെന്ന്. മിക്സ് ചെയ്യട്ടെ. മുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓ സൂപ്പർ. കരിഞ്ഞു പോയോന്നൊരു ഡൗട്ട്. കരിഞ്ഞോ? അല്ല കരിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് കളർ റെഡ് കളറായിരുന്നു വരുന്നത്. ഇത് ബ്രൗൺ ആവാൻ ബ്രൗൺ. ഓ ഭയങ്കര മണം ഗൈസ്, ഭയങ്കര മണം, നല്ല മണം. പക്ഷെ ഉണ്ടാക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ തൈരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നോക്കട്ടെ അങ്ങനെ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രേ ഉള്ളായിരുന്നു. ആദ്യം നമ്മള് കിഴങ്ങ് ഇതാക്കുന്നു, അതിനകത്ത് ഇച്ചിരി അത് കിഴങ്ങ് മോളെ അത് ഓഫ് ചെയ്യും. വീട് കത്തു. കിഴങ്ങ് സൈഡ് വെച്ചിട്ട് തൈരെടുക്കുക, തൈരിനകത്ത് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത്. അതേപോലെ ചെയ്താൽ മതി. അപ്പൊ റെഡിയായി നമ്മുടെ തൈരിന്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ചു വെക്കാം. ഇനി നമ്മുടെ അടുത്ത ഡിഷ് ആണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഡിഷ് എന്തുവാ? അല്ല, പുളി ഉണ്ടാക്കാം. പുളിരസം ഉണ്ടാക്കാൻ പോലെ പുളിരസമാണ്. പക്ഷെ ഇത് നമ്മൾ പെരട്ടി വെക്കണ്ട, ഇച്ചിരി നേരം പെരട്ടി വെക്കണം. അതുകൊണ്ട് ഇതാദ്യം മുറിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല തിന്നായിട്ട് മുറിച്ച്, കുഴപ്പമില്ല തിന്നായിട്ട്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഷേപ്പ് ഒന്നും കറക്റ്റ് ആവില്ല, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം അല്ലേ ഇത്? ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ടൈം. ഇതിനകത്ത് ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ പെരട്ടി വെക്കണം. നമ്മൾ ഇനി അടുത്ത വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു റൂബി? ഇവിടെ വർക്കാവോ ഇല്ലയോ? റൂബിക്ക് തിന്നാ മാത്രം മതി. നമുക്കിനി ഞങ്ങള് ഷേപ്പ് കട്ട് ചെയ്യാത്ത ബെസ്റ്റ് ഷേപ്പ് എടുത്തിട്ട് ഷേപ്പ് ആവാത്ത ഇങ്ങനെ വെട്ടി വെച്ചേക്കും. ഇതിനകത്ത് ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും. പൊടികളൊക്കെ ദൈവം ഇടട്ടെ, അതാ ഭേദം. ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്തു. പിന്നെ ഇതെന്ത് ഇട്ട്? ഇത് മസാലപ്പൊടി. ഇപ്പൊ മൊത്തത്തിൽ ഇട്ടേക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് മിക്സ് ചെയ്തോ. ഇതിനകത്ത് ഈ ഇട്ട പൊടികളെല്ലാം ഒന്ന് മിക്സ് ആവാൻ കുറച്ച് വെള്ളം ഒഴിക്കണം. കൈ ഒഴിക്കും. ഇടുവാണ് നിങ്ങളുടെ ഇതിലങ്ങ് ഇട്ടോളാം. എല്ലാം പാചകത്തിൽ ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഓൺ റിസ്ക്. ഇത് ആക്ച്വലി കിച്ചണിലൊക്കെ നിങ്ങളെ ഞങ്ങൾ പാചകം പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു ഇതില് അത് ചെയ്താൽ മതി. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ കുറച്ച് നേരം സൈഡിൽ വെക്കണം. ഇത് എന്നിട്ട് നമ്മള് പുളി രസം ചെയ്യാം. ഹായ് പ്രദീപ്, I am the chef today. പെർഫെക്റ്റ്. ഞങ്ങൾ എന്ത് ഉണ്ടാക്കാൻ പോയി അറിയോ? ഞങ്ങൾ ആദ്യം പുളിരസം ഉണ്ടാക്കും. അല്ല, നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി ആദ്യം ഞങ്ങൾ ഒന്നും ഉണ്ടാക്കി. തൈര് കൊണ്ടുള്ള അതല്ല, തൈര് കൊണ്ട ഒരു സംഭവം. ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിരസം. എന്നിട്ട് ഞങ്ങൾ വഴുതനങ്ങ വറക്കും. എന്നിട്ട് ഞങ്ങൾ ഓംലെറ്റ് വെക്കും. പ്രദീപിന് എന്താണ് അഭിപ്രായം? നായി വരണമെങ്കിൽ വൈകുന്നേരം ആവും ചോറ് കഴിക്കണമെങ്കിൽ. പ്രദീപ് പാർസൽ അയച്ചാൽ പ്രദീപ് തളച്ചി അല്ലെങ്കിൽ സുന്ദരില്ലയോ? ഇതാരാ നോക്ക്. റൂബി ഇതിന്റെ അംഗമാണ്. റൂബിക്ക് വെച്ചിട്ട് തൈരൊക്കെ കൊടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കുക്കിംഗ് കയറുന്നുണ്ട്. റൂബി ഐശ്വര്യമായിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം പപ്പ വീഡിയോ കോൾ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഇനി കൊച്ചുള്ളി, മുളക്, പിന്നെ 2 തരത്തിലുള്ള മുളക്. ഈ മുളകിന് പ്രത്യേക പേരുണ്ടോ? ഇത് നിങ്ങളെ കാണിച്ചത് നിങ്ങളെ മനസ്സിലായതുകൊണ്ട് ഈ മുളകും പിന്നെ പച്ചമുളകും ഇനി ക്രഷ് ചെയ്യണം. ചതയ്ക്കണം.
ആദ്യം എന്താ ഇടുന്നേ? ഞാൻ എനിക്കറിയില്ല, ദൈവം മുന്നിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞായിരുന്നു എന്ത് ചെയ്യണോ എടുക്കണോ എന്നൊക്കെ. കണ്ണെരിയുന്നടാ. പുളിവെള്ളോ? ഓക്കെ. പുളിവെള്ളം ഒന്ന് ഇതാക്കിയിട്ട് നമ്മള് പുളി ഇടുവോ? പുളി ഇടുവോ? എനിക്കറിയത്തില്ല. ഓക്കെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതും കൂടെ ക്രഷ് ചെയ്ത സാധനം കൂടെ കാണിച്ചത്. ഉണക്കമുളക് ഞങ്ങള് മിക്സിയിൽ ഒന്ന് ഇട്ട് ക്രഷ് ആക്കിയിട്ട് ഇതിനകത്ത് കൊണ്ടിട്ടത്. പിന്നെ ഇച്ചിരി വെള്ളം, പുളി അധികമാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഇട്ട് സെറ്റാക്കിയാൽ മതി. നമ്മളിനി വഴുതനങ്ങ വറക്കാനായിട്ട് വെക്കാൻ പോവാ. അത് നമ്മൾ സൈഡ് മാറ്റി വെച്ചായിരുന്നു. അപ്പോഴത്തേക്കിനും ഓണായി. എനിക്ക് മറ്റേ നാട് മീൻകറി, മീൻ വറുത്തത്. ഇത് വറുത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് കലാപരിപാടികളാവാം. मुझे कुछ कहना है, कुछ कुछ होता है. मैंने प्यार किया तो डरना क्या. मैंने प्यार किया, अरे प्यार किया तो काहे को डरना रे. A few moments later. ദീപ ഷെഫാണ്. നമ്മൾ ദീപ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കും. അതും കൂടെ എടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഈ പഴങ്കഞ്ഞി ഒരു വൈബ് കിട്ടുന്നത്. അത് ശരിയാ, കിഴങ്ങൊക്കെ ഉണ്ട്. അതിന് പഴയ ടേസ്റ്റ് വരുന്നു. നീ ഉണ്ടാക്കിയവരെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ. കഷ്ടപ്പാട് കഴിഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പുളിരസം അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സൈഡിൽ നോക്കി വെച്ചേക്കും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്തുള്ളതായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊമ്പത്തൊന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നോണ്ട് എല്ലാം ഓക്കെ ആയി വന്നു. തൈരിന്റെ സംഭവം ഇവിടെ വഴുതനങ്ങയും കൊള്ളാം. പിന്നെ ബുൾസൊക്കെ അപ്പോസ് നല്ലതായിരിക്കും. പിന്നെ പുളിരസം ഉള്ളായിരുന്നു. എനിക്ക് അത് ഉണ്ടാക്കുമ്പോഴും എനിക്ക് അത്രയും എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ആക്ച്വലി ഇതിന്റെ പാർട്ട് 2 വേണോ ദീപ? കിച്ചൺ വ്ലോഗിന്റെ പാർട്ട് 2 വേണോ? കിച്ചൺ വ്ലോഗിന്റെ പാർട്ട് 2 കാണണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അന്ന് ഞാൻ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിട്ട് വലിയ ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടേ. അപ്പോഴത്തേക്കും ഇത് പറയാൻ ഭയങ്കര ക്രിഞ്ചാണെങ്കിൽ സ്റ്റിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. എനിക്കറിയില്ല, എല്ലാം നമ്മ വംശനാശമാക്കി. തീ കുറച്ച് വെക്ക്. യോ മമ്മി റെസ്ക്യൂ മമ്മി ജി.